നാരങ്ങാത്തോട് വെച്ചൊരു സിമ്പിൾ അച്ചാർ. കേട്ടിട്ട് ആരും നെറ്റിച്ചൊളിക്കണ്ട, പിശുക്കാണെന്ന് വിചാരിക്കുകയും വേണ്ട. വലിയ പുളിപ്പില്ലാത്ത ഡ്രൈ ആയിട്ട് ചെയ്യുന്ന ഒരു അച്ചാറാണിത്. ഒരിക്കലൊരു ഫംഗ്ഷന് നാരങ്ങ വെള്ളം ഉണ്ടാക്കാനായിട്ട് ഒരുപാട് നാരങ്ങ പിഴിഞ്ഞെടുത്തു. ബാക്കി വന്ന തോട് വെറുതെ കളയണ്ടെന്ന് വെച്ചിട്ട് ഞാൻ അത് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ആവി കയറ്റിയിട്ട് ഒരു അച്ചാറിട്ട് വെച്ചു. അത് സംഭവം വലിയ ഹിറ്റായി, ഭയങ്കര ടേസ്റ്റാണെന്ന് എല്ലാവരും പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഞാനിത് പഠിച്ചത്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ നല്ല പഴുത്ത ഒരു 10 വലിയ നാരങ്ങ എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് വെള്ളത്തിൽ കല്ലുപ്പിട്ട് മുക്കി വയ്ക്കണം. ശേഷം 2ആയി മുറിച്ച് ഒരു സ്ക്യൂസറിൽ വെച്ച് നീര് പിഴിഞ്ഞെടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മുഴുവൻ നീരും എടുക്കരുത്. കുറച്ച് നീര് ആ നാരങ്ങാത്തോടിലുണ്ടാവണം. ഈ നീര് നമുക്ക് ജ്യൂസ്, നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നാരങ്ങാത്തോടിൽ നിന്ന് അരി മാറ്റുന്നത് കയ്പിറങ്ങാതിരിക്കാനാണ്. അരി തീർച്ചയായിട്ടും മാറ്റണം. എന്നിട്ട് നന്നായിട്ട് ഒരു ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ആവി കയറ്റി എടുക്കണം. ഇത് നന്നായി തണുത്ത് കഴിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ഇനി ഒരു ചട്ടി ചൂടാക്കി എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ കടുകിട്ട് പൊട്ടിക്കുക. ഇടയ്ക്കൊന്ന് പറഞ്ഞോട്ടെ, പുളിപ്പുള്ള സാധനങ്ങൾ മൺചട്ടിയിലോ ഇരുമ്പ് ചട്ടിയിലോ മാത്രമേ വെക്കാവൂ കേട്ടോ. നോൺ സ്റ്റിക്കിലും അലുമിനിയത്തിലും അച്ചാറിടാൻ പാടില്ല. അതുപോലെ ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് അച്ചാറിടുന്നത്. കൂടുതലും പേര് നല്ലെണ്ണയാണ് അച്ചാറിടാൻ ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടാണ് നല്ലെണ്ണ ഉപയോഗിക്കുന്നതെന്ന് എനിക്കറിയണ്ട. എനിക്ക് വെളിച്ചെണ്ണയാണ് ഇഷ്ടം. അങ്ങനെ നല്ലെണ്ണ തന്നെ വേണമെന്നില്ല. നിങ്ങൾ ഒരു വട്ടം വെളിച്ചെണ്ണയിൽ അച്ചാറിട്ടൊന്ന് നോക്കിയേ, എന്നിട്ട് കമൻറ്റ് ബോക്സിലിടണം കൊള്ളാമോന്ന് കേട്ടോ. അപ്പോൾ കടുകിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ ഉലുവയിട്ട് പൊട്ടിക്കണം. അത് കഴിഞ്ഞ് ഒരു 4-5 ഉണക്കമുളകും പിന്നെ വെളുത്തുള്ളിയും നീളത്തിലരിഞ്ഞ ഇഞ്ചിയും ചേർക്കണം. നന്നായി മൂത്ത് വന്നാൽ നമുക്ക് പൊടികൾ ചേർക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, കായപ്പൊടി. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, കായപ്പൊടി ഇത്രയും നന്നായി മൂപ്പിക്കുക. ശേഷം അരിഞ്ഞു വെച്ച നാരങ്ങാത്തോട് ചേർത്ത് ഇളക്കുക. ഞാനൊരു 4-5 ഡേറ്റ്സ് കൂടി ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. ഇത് ഡേറ്റ്സ് ലൈം മധുരപ്പിക്കളല്ല, ജസ്റ്റ് ഒരു പുളിയും ഉപ്പും മധുരവും എരിവും എല്ലാം കൂടെ ഉള്ള ഒരു ടേസ്റ്റ് കിട്ടാനാണ് കുറച്ച് ഡേറ്റ്സ് ഞാൻ ചേർത്തത് കേട്ടോ. ഇനി ഒരു ഡ്രൈ ഗ്ലാസ് ജാർ എടുത്ത് 1 സ്പൂൺ വിനാഗിരി ചുറ്റിച്ച് കളയണം. ശേഷം അച്ചാർ അതിലിട്ട് മീതെ 1 സ്പൂൺ വിനാഗിരി കൂടി ഒഴിച്ച് 2 ആഴ്ച തുറക്കാതെ വെക്കണം. നല്ല അടിപൊളി നാരങ്ങ അച്ചാർ റെഡി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.